എക്കാലയിൽ ട്രാവൽ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ മധുര എന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ പ്രഭാത സൂര്യപ്രകാശം ഭൂപ്രകൃതിയിൽ ഒരു സ്വർണ്ണ പ്രകാശം പരത്തുന്നു. പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങൾ വഴിയരികിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ടൈൽ പാകിയ മേൽക്കൂരകളും വർണ്ണാഭമായ ചുവർച്ചിത്രങ്ങളുമുള്ള പരമ്പരാഗത വീടുകൾ ഭൂപ്രകൃതിയെ ചുറ്റിപ്പറ്റിയുള്ള മനോഹരമായ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോകുന്നു. പ്രകൃതിരമണീയമായ തീരദേശ പാതകളെ ബന്ധിപ്പിച്ച് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വ്യാപിച്ചു കിടക്കുന്ന 66 ഹൈവേയിൽ ഞങ്ങൾ എത്തി. മലനിരകളും പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും കാറ്റിൽ മെല്ലെ ആടിയുലയുന്ന തെങ്ങിൻ തോപ്പുകളുമുള്ള കേരളത്തിൻ്റെ മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പ്രാരംഭ നീട്ടം നമ്മെ കൊണ്ടുപോകുന്നത്. കാറ്റാടിപ്പാടങ്ങളുടെ ഒരു നിര തന്നെ കാണാം. ഈ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഈ റോഡ് പശ്ചിമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് മുട്ടക്കുന്നുകൾ, താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ നൽകുന്നു. തെങ്ങിൻ തോട്ടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, പച്ചപ്പുള്ള വയലുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശം മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നു. നെല്ല്, കരിമ്പ്, പച്ചക്കറി തുടങ്ങിയ വിളകൾ, ഗ്രാമീണ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന വിശാലമായ കാർഷിക ഭൂമി നിങ്ങൾ കാണും. ജലപാതകളുടെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഈ റോഡ് നിരവധി നദികളും അരുവികളും കടന്നുപോകുന്നു. നിങ്ങൾ പശ്ചിമഘട്ടത്തെ സമീപിക്കുമ്പോൾ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും ട്രെക്കിംഗ് പാതകളുമുള്ള ഹിൽ സ്റ്റേഷനുകൾ നിങ്ങൾക്ക് കാണാം. റോഡരികിലെ പ്രധാന ആകർഷണങ്ങൾ ആയ ക്ഷേത്രങ്ങൾ, ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന നിരവധി ആരാധനാലയങ്ങളും നിങ്ങൾക്ക് ഈ വഴിയിൽ കാണാം. റോഡരികിലെ ഭക്ഷണശാലകളും തെരുവ് ഭക്ഷണ സ്റ്റാളുകളും ഇഡ്ഡലി ദോശ മുതൽ സമോസ വടകൾ വരെ വൈവിധ്യമാർന്ന പ്രാദേശിക പാചകരീതികൾ വാഗ്ദാനം ചെയ്യുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ മുതൽ കരകൗശല വസ്തുക്കളും സുവനീറുകളും വരെ എല്ലാം വിൽക്കുന്ന തിരക്കേറിയ പ്രാദേശിക വിപണികൾ നിങ്ങൾക്ക് കാണാം. പശ്ചിമഘട്ടത്തിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ സമൃദ്ധമായ ഹരിതത്തോട്ടങ്ങളും മനോഹരമായ കാഴ്ചകളുമുള്ള തേയിലത്തോട്ടങ്ങൾ വരെ നിങ്ങൾ കാണും. മഴക്കാലത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വെള്ളച്ചാട്ടങ്ങളും അരുവികളും നിറഞ്ഞ ഭൂപ്രകൃതി സമൃദ്ധവും പച്ചപ്പുള്ളതുമാണ്. ശൈത്യകാലത്ത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ കാലാവസ്ഥ തണുത്തതും മനോഹരവുമാണ്. ഇത് യാത്രയ്ക്ക് അനുയോജ്യമാക്കുന്നു. വേനൽ മാസങ്ങളിൽ മാർച്ച് മുതൽ മെയ് വരെ ഭൂപ്രകൃതി വരണ്ടതും ചൂടുള്ളതുമാണ്. പക്ഷേ പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇപ്പോഴും അതിശയകരമാണ്. മൊത്തത്തിൽ തിരുവനന്തപുരം മുതൽ മധുര വരെയുള്ള റോഡ് കാഴ്ചകൾ പ്രകൃതിദൃശ്യങ്ങൾ, സാംസ്കാരിക ആകർഷണങ്ങൾ, റോഡരികിലെ ആനന്ദങ്ങൾ എന്നിവയുടെ മിശ്രിതമാണ്. ഞങ്ങൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ പ്രകൃതിദൃശ്യങ്ങൾ വരണ്ടതും കൂടുതൽ ഗ്രാമീണവുമായ ഭൂപ്രകൃതിയിലേക്ക് മാറുന്നു. ഈന്തപ്പനകളും ഗ്രാമവാസ കേന്ദ്രങ്ങളും നിറഞ്ഞ വിശാലമായ കൃഷിഭൂമിയുമായി പ്രകൃതിരമണീയമായ അറുപ്പുക്കോട്ടൈ, വിരുദുനഗർ ജില്ലകളിലൂടെ ഞങ്ങൾ വാഹനമോടിക്കുന്നു. ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ ഹൈവേ പശ്ചിമഘട്ടത്തിലൂടെ കടന്നുപോകുന്നു.
NH-44 ഏകദേശം 310 കിലോമീറ്റർ ദൂരമാണ് ഈ പാതയിൽ സഞ്ചരിക്കേണ്ടത്. 5 മുതൽ 6 മണിക്കൂർ വരെ സമയമെടുക്കും. ഇത് പശ്ചിമഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 4 വരി ഹൈവേകളും മനോഹരമായ കാഴ്ചകളുമുള്ള റോഡിന്റെ അവസ്ഥ പൊതുവെ നല്ലതാണ്. എന്നിരുന്നാലും തിരക്കേറിയ സമയങ്ങളിലും ഉത്സവങ്ങളിലും കനത്ത ഗതാഗതക്കുരുക്ക് പ്രതീക്ഷിക്കാം. റോഡ് നിർമ്മാണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടാകാം. ഇത് കാലതാമസത്തിന് കാരണമാകും. വഴിയിൽ ധാരാളം ഇന്ധന സ്റ്റേഷനുകൾ, റെസ്റ്റോറന്റുകളും ഭക്ഷണശാലകളും ഉണ്ട്. ദോശ, ഇഡ്ഡലി, വട എന്നിവയ്ക്ക് നിങ്ങൾക്ക് ധാരാളം ഓപ്ഷനുകൾ ലഭിക്കും. ചില റെസ്റ്റോറന്റുകളിൽ ബിരിയാണി, തന്തൂരി ചിക്കൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്നു. വടകൾ, സമോസകൾ തുടങ്ങിയ പ്രാദേശിക തെരുവ് ഭക്ഷണങ്ങൾ പരീക്ഷിക്കാം. എല്ലാ ബജറ്റുകൾക്കും അനുയോജ്യമായ ധാരാളം താമസസൗകര്യങ്ങൾ മധുരയിലുണ്ട്. മധുരയിലെ കണ്ടിരിക്കേണ്ട ചില ആകർഷണങ്ങൾ. മീനാക്ഷി അമ്മൻ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ആകർഷണമാണ്. തിരുമലൈ നായകർ മഹൽ ഒരു ചരിത്രപരമായ കൊട്ടാരം. വണ്ടിയൂർ മാരിയമ്മൻ തെപ്പക്കുളം മനോഹരമായ ഒരു കുളമാണ്. മറ്റൊന്ന് നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം. വഴിയിൽ നിരവധി ടോൾ റോഡുകളുണ്ട്. തിരുനെൽവേലി, കോവിൽപ്പട്ടി, മധുര എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് ടോൾ കൊടുക്കേണ്ടി വരും. ഒരു കപ്പ് ഫിൽറ്റർ കോഫിക്കും കുറച്ച് ക്രിസ്പി ദോശയ്ക്കും വേണ്ടി ഞങ്ങൾ ഒരു വഴിയോര ഭക്ഷണശാലയിൽ നിർത്തി. ഞങ്ങൾ മധുരയെ സമീപിക്കുമ്പോൾ ഭൂപ്രകൃതി പരന്നുകിടക്കുന്നു. നഗരത്തിന്റെ ആകാശരേഖ ദൃശ്യമാകും. വർണ്ണാഭമായ മാർക്കറ്റുകളും ക്ഷേത്രങ്ങളും തെരുവ് ഭക്ഷണശാലകളും നിറഞ്ഞ തിരക്കേറിയ തെരുവുകളിലൂടെ ഞങ്ങൾ കടന്നുപോകുന്നു. അവസാനമായി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നായ ഗംഭീരമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളും സങ്കീർണമായ കൊത്തുപണികളും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ തെളിവാണ്. വൈവിധ്യമാർന്ന പ്രകൃതിദൃശ്യങ്ങൾ, ഊർജ്ജസ്വലമായ സംസ്കാരം, ഊഷ്മളമായ ആതിഥ്യമര്യാദ എന്നിവയാൽ തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഒരു സംവേദനാത്മക ആനന്ദമാണ്. നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും ആത്മീയതയിലും മുഴുകിയിരിക്കുമ്പോൾ ഈ അവിസ്മരണീയമായ അനുഭവമാണ് കൈവന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും ആദരിക്കപ്പെടുന്നതുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം. 1560 നായക രാജവംശത്തിലെ രാജാവായ വിശ്വനാഥ നായക് ആണ് ഇത് നിർമ്മിച്ചത്. സങ്കീർണമായ കൊത്തുപണികൾ, ശില്പങ്ങൾ, ഗോപുരങ്ങൾ എന്നിവയുള്ള ദ്രാവിഡ വാസ്തുവിദ്യയുടെ അതിശയകരമായ ഉദാഹരണം. വർഷങ്ങളുടെ അവഗണനയ്ക്ക് ശേഷം ക്ഷേത്രം വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി 1970കളിൽ പുനഃസ്ഥാപിച്ചു. 14 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നിരവധി ആരാധനാലയങ്ങളും ഹാളുകളും പൂന്തോട്ടങ്ങളുമുള്ള വിശാലമായ സമുച്ചയം. ഓരോ ഗോപുരവും സങ്കീർണമായ കൊത്തുപണികൾ, ശില്പങ്ങൾ, വർണ്ണാഭമായ പെയിന്റിംഗുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. സ്വർണ്ണ താമരയുടെ ആകൃതിയിലുള്ള പവലിയനുള്ള ഒരു വിശുദ്ധ ടാങ്ക്. ആരാധനകൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ എന്നിവയുടെ കർശനമായ ദൈനംദിന ദിനചര്യയാണ് ക്ഷേത്രം പിന്തുടരുന്നത്. ജനുവരിയിൽ ആഘോഷിക്കുന്ന 4 ദിവസത്തെ പൊങ്കൽ ഉത്സവം വിളവെടുപ്പ് കാലത്തെ അടയാളപ്പെടുത്തുന്നു.
സങ്കീർണമായ 1000 കൊത്തുപണികളുള്ള മനോഹരമായ ഹാൾ, ക്ഷേത്ര ഹാളിലെ തൂണുകൾ തട്ടുമ്പോൾ സംഗീത സ്വരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആത്മീയ പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന വിസ്മയകരമായ ഒരു ലക്ഷ്യസ്ഥാനമാണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം. ഇവിടെ സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. ഞങ്ങൾ പിന്നീട് പോയത് തിരുമലയിൽ നായ്ക്കൽ മഹലിലേക്കാണ്. മധുരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കൊട്ടാരമാണ് തിരുമലൈ നായക് കൊട്ടാരം. തിരുമലൈ നായക്കർ മഹൽ എന്നും അറിയപ്പെടുന്നു. ഈ അവിശ്വസനീയമായ കൊട്ടാരത്തെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ 1636 നായക രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന തിരുമലൈ നായക് രാജാവാണ് ഇത് നിർമ്മിച്ചത്. ദ്രാവിഡ, ഇസ്ലാമിക, യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ സവിശേഷമായ സംയോജനമാണ് കൊട്ടാരം. കൊട്ടാരത്തിൽ ആകർഷകമായ ഹാളുകൾ, അറകൾ, ഇടനാഴികൾ എന്നിവ സങ്കീർണമായ കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അക്കാലത്തെ വൈദഗ്ധ്യമുള്ള കരകൗശലവിദ്യ പ്രദർശിപ്പിക്കുന്ന സങ്കീർണമായ കൊത്തുപണികൾക്ക് പേരുകേട്ടതാണ് കൊട്ടാരത്തിലെ കല്ലുപണികൾ. കൊട്ടാരത്തിന്റെ മേൽക്കൂരകൾ താഴികക്കുടങ്ങൾ പോലെയാണ്. ഇത് അതിന്റെ മഹത്വവും വർദ്ധിപ്പിക്കുന്നു. സങ്കീർണമായ കൊത്തുപണികളും അലങ്കരിച്ച ഡിസൈനുകളും ഉൾക്കൊള്ളുന്ന മനോഹരമായി അലങ്കരിച്ച മേൽക്കൂരയുള്ള ഒരു വലിയ ഹാൾ. രാജാവ് സാംസ്കാരിക പ്രകടനങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്ന ഒരു തിയേറ്റർ ഹാൾ. സങ്കീർണമായ കൊത്തുപണികളും അലങ്കാര രൂപകൽപ്പനകളും ഉൾക്കൊള്ളുന്ന മനോഹരമായി അലങ്കരിച്ച മേൽക്കൂരയുള്ള ഒരു വലിയ ഹാൾ. നായക രാജവംശത്തിലെ കരകൗശല വസ്തുക്കളും അവശിഷ്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയവും ഉണ്ട്. കൊട്ടാരത്തിൽ നായക കാലഘട്ടത്തിലെ ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു ആർട്ട് ഗാലറി ഉണ്ട്. മനോഹരമായ പൂന്തോട്ടങ്ങൾ. കൊട്ടാരത്തിന് ചുറ്റും വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും നിറഞ്ഞ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കൊട്ടാരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് കൊട്ടാരം. മനോഹരമായ പൂന്തോട്ടങ്ങൾ. കൊട്ടാരത്തിന് ചുറ്റും വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും നിറഞ്ഞ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട്. കൊട്ടാരം സന്ദർശകർക്കായി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്നിരിക്കും. സന്ദർശകർക്ക് നാമമാത്രമായ പ്രവേശന ഫീസ്. കൊട്ടാരവും അതിൻ്റെ ചരിത്രവും പര്യവേക്ഷണം ചെയ്യാൻ സന്ദർശകരെ സഹായിക്കുന്നതിന് ഗൈഡ് ലഭ്യമാണ്. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും വാസ്തുവിദ്യാ മികവിൻ്റെയും അവിശ്വസനീയമായ ഉദാഹരണമാണ് തിരുമലൈ നായക്കർ മഹൽ. ആയിരത്തി 545 മുതൽ 1740 വരെ മധുരയിലെ നായക്മാർ ഈ രാജ്യം ഭരിച്ചു. തിരുമലൈ നായക് 1623 മുതൽ 1659 മധുരയിലും പരിസരത്തുമുള്ള ശ്രദ്ധേയനായ ഏറ്റവും മികച്ച രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ മധുര സാമ്രാജ്യത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും മറ്റ് യൂറോപ്യന്മാരും വ്യാപാരികളും മിഷണറിമാരും സന്ദർശകരായിരുന്നു. 400 വർഷത്തിലേറെയായി കൊട്ടാരങ്ങളുടെ പല ഭാഗങ്ങളും യുദ്ധത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടു. എന്നാലും ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കാലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം തിരുമലൈ നായക് രാജാവിന്റെ കൊച്ചുമകൻ മികച്ച ഘടനയുടെ ഭൂരിഭാഗവും തകർക്കുകയും ആഭരണങ്ങളും തടി കൊത്തുപണികളും നീക്കം ചെയ്യുകയും തിരുച്ചിറപ്പള്ളിയിൽ തന്റെ കൊട്ടാരമായ ചൊക്കനാഥ് നായക് കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു. ചില ഗവേഷകർ ആ സംഭവത്തിന് സാധ്യതയില്ലെന്ന് കരുതുകയും പ്രാദേശിക സമൂഹങ്ങൾ നിർമ്മാണ സാമഗ്രികൾക്കായി കൊട്ടാരത്തെ കൂടുതൽ ചൂഷണം ചെയ്തിരിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള കൊട്ടാരം ഒരു സൈനിക ബാരക്കുകളായും പിന്നീട് ഒരു ഫാക്ടറിയായും നെയ്ത്തും പേപ്പർ ഉൽപാദനവും ഉപയോഗിച്ചതും കൊട്ടാരത്തിന്റെ ഖ്യാതിയെ ബാധിച്ചു. തൊട്ടടുത്തുള്ള സമുച്ചയങ്ങൾ മുൻകൂട്ടി നശിപ്പിക്കപ്പെട്ടു. ഈ കൊട്ടാരം പിന്നീട് 1970 വരെ മധുര ജില്ലാ കോടതിയായി പ്രവർത്തിച്ചു. മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭു 1866 മുതൽ 1872 വരെ കൊട്ടാരം ഭാഗികമായി പുനഃസ്ഥാപിക്കുകയും തുടർന്നുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് നടത്തുകയും ചെയ്തു. ഇന്ന് നമുക്ക് പ്രവേശന കവാടം, പ്രധാന ഹാൾ, ഡാൻസ് ഹാൾ എന്നിവ കാണാൻ കഴിയും. കൊട്ടാരത്തിന്റെ കവാടങ്ങളിൽ പ്രവേശിക്കുമ്പോൾ 3700 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു കേന്ദ്രമുറ്റമുണ്ട്. മുറ്റത്തിന് ചുറ്റും കൂറ്റൻ വൃത്താകൃതിയിലുള്ള തൂണുകളുമുണ്ട്. കൊട്ടാരത്തെ 2 പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചു, അതായത് ഖഗോള പവലിയൻ, രംഗവിലാസം, രാജകീയ വസതി.
നാടകം, ആരാധനാലയം, അപ്പാർട്ട്മെന്റ്, ആയുധശാല, പല്ലക്ക് സ്ഥലം, രാജകീയ ബാൻഡ് സ്റ്റാൻഡ്, ക്വാർട്ടേഴ്സ്, കുളം, പൂന്തോട്ടം എന്നിവ ഈ 2 ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. മുറ്റവും നൃത്ത ഹാളും കൊട്ടാരത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. 60 മുതൽ 70 അടി വരെ ഉയരമുള്ള താഴികക്കുടത്താൽ പൊതിഞ്ഞ അഷ്ടഭുജാകൃതിയിലുള്ള ആകാശ പവലിയൻ സിംഹാസനമുറിയായി ഉപയോഗിച്ചിരുന്നു. മധ്യഭാഗത്തുള്ള താഴികക്കുടം കൂടാതെ വശത്തെ ഇടനാഴികൾക്ക് മുകളിലേക്ക് തുറക്കുന്ന ഒരു ആർക്കേഡ് ഗാലറിയുമായി പോയിന്റ് സ്കല്ലോപ്ഡ് കമാനങ്ങളാൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇഷ്ടിക ഉപരിതലം സുർക്കി ഉപയോഗിച്ച് മിനുസമാർന്നതും തിളക്കമുള്ളതുമായ ഘടന നേടുന്നു. ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയും ചേർന്നതാണ് സുർക്കി. ഹാളിലേക്ക് നയിക്കുന്ന പടികൾക്ക് മുമ്പ് മികച്ച കരകൗശല വൈദഗ്ധ്യമുള്ള 2 കുതിരസവാരി പ്രതിമകൾ ഉണ്ടായിരുന്നു. കമാനങ്ങളെ പിന്തുണയ്ക്കുന്ന തൂണുകൾക്ക് 13 മീറ്റർ ഉയരമുണ്ട്. സ്വാതന്ത്ര്യത്തിനു ശേഷം തിരുമലൈ കൊട്ടാരം ഒരു ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുകയും തമിഴ്നാട്ടിലെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിന് കീഴിൽ വരികയും ചെയ്തു. 1636 തലസ്ഥാനമായ മധുരയുടെ കേന്ദ്രബിന്ദുവായി നിർമ്മിച്ച തിരുമലൈ നായക് ഈ കൊട്ടാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്നായി മാറ്റാൻ ഉദ്ദേശിച്ചു. കൊട്ടാരത്തിന്റെ ഉൾവശം അതിന്റെ സമകാലികരിൽ പലരെയും മറികടക്കുന്നു. ഇന്റീരിയർ സമ്പന്നമായി അലങ്കരിച്ചിരിക്കുമ്പോൾ പുറംഭാഗം കൂടുതൽ കർക്കശമായ ശൈലിയിലാണ്. ഈ സമുച്ചയം രൂപകൽപ്പന ചെയ്യാൻ രാജാവ് ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയെ നിയമിച്ചുവെന്നും അതിനാൽ ചിലർ ഇതിനെ ദ്രാവിഡിറ്റാലിയൻ വാസ്തുവിദ്യയായി കണക്കാക്കുന്നുവെന്നും പ്രാദേശിക ഐതിഹ്യം പറയുന്നു. ഈ കാലയളവിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകൾ, മറ്റ് യൂറോപ്യന്മാർ എന്നിവർ വ്യാപാരികളും മിഷണറിമാരുടെയും മറ്റ് സഞ്ചാരികളുടെയും ഒരു രാജ്യമായിരുന്നു മധുര. ഇത് കൊട്ടാരത്തിന്റെ രൂപകൽപ്പനയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പല തമിഴ്നാട് സർക്കാർ ഏജൻസികളും തിരുമലൈ നായക് കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യയെ ഇന്തോസരസനിക് വാസ്തുവിദ്യ അല്ലെങ്കിൽ ദ്രാവിഡ വാസ്തുവിദ്യയായി കണക്കാക്കുന്നു. ചരിത്രകാരന്മാർ ഈ കൊട്ടാരത്തെ നായക് ശൈലിയിലെ വിജയനഗര വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായി കണക്കാക്കുന്നു. അവയിൽ ചിലത് യൂറോപ്യൻ ആർക്കിടെക്റ്റുകളുടെയും കരകൗശലത്തൊഴിലാളികളുടെയും ഇടപെടലിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മുൻകരുതലുകളും കൊളോണിയൽ മുൻവിധികളും പ്രചോദിപ്പിച്ച ഒരു പ്രധാന പാശ്ചാത്യ കലാപരമായ സ്വാധീനത്തെക്കുറിച്ചോ ഉള്ള സിദ്ധാന്തങ്ങളുടെ ഉദ്ഭവം ഉളവാക്കുന്നു. ഞങ്ങൾ പിന്നീട് പോയത് മാരിയമ്മൻ തെപ്പക്കുളം കാണാന്. വണ്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിശുദ്ധ കുളമാണ് വണ്ടിയൂർ മാരിയമ്മൻ തെപ്പക്കുളം എന്നും അറിയപ്പെടുന്ന തെപ്പക്കുളം. ഈ ഐക്കണിക് ടാങ്കിനെക്കുറിച്ചുള്ള ചില വസ്തുതകൾ. 1646 നായക രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന തിരുമലൈ നായക് രാജാവാണ് ഇത് നിർമ്മിച്ചത്. ഇതിന് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രദേശവാസികൾ ഇത് പവിത്രമായി കണക്കാക്കുന്നു. 16 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു വിശാലമായ പ്രദേശമുള്ള ഒരു വലിയ തടാകം. ജലാശയത്തിലേക്ക് ഇറങ്ങാനുള്ള പടികളുള്ള തടാകത്തിന് ദീർഘചതുരാകൃതിയിലാണ്. തടാകത്തിന് നിരവധി മണ്ഡപങ്ങളും പവലിയനുകളും ഉണ്ട്. അവ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിൽപ്പെടും. ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു പ്രശസ്തമായ ഉത്സവമാണ്. അവിടെ തടാകം അലങ്കരിച്ച ഫ്ലോട്ടുകൾ പുറത്തെടുക്കുന്നു. 2 മറിയമ്മാൻ ക്ഷേത്രം. മറിയമ്മാൻ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന അടുത്തുള്ള മറിയമ്മാൻ ക്ഷേത്രവുമായി ഈ തടാകം ബന്ധപ്പെട്ടിരിക്കുന്നു. സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറക്കുക. പ്രവേശന ഫീസ് ഇല്ല. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതിരാവിലെയോ വൈകുന്നേരമോ, അന്തരീക്ഷം ശാന്തമായിരിക്കുമ്പോൾ. മഴവെള്ള സംഭരണ സാങ്കേതികവിദ്യകളുടെ ഒരു ഉദാഹരണമാണ് ഈ ടാങ്ക്. നൂറ്റാണ്ടുകളായി മധുരയുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിൽ ഈ ടാങ്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പൈതൃകം സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. കാഴ്ചകൾ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഭക്ഷണത്തിനായും വിശ്രമത്തിനായി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. കുറച്ച് പർച്ചേസിങ്ങിനും വിളക്ക് തൂൺ മാർക്കറ്റ് കാണാനും ഞങ്ങൾ പോവുകയാണ്. മധുരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ ഒരു വിപണിയാണ് വിളക്ക് തൂൺ. അവിടെ ഒരു വലിയ വിളക്ക് തൂൺ ഉള്ളതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത്. നായക രാജവംശം സ്ഥാപിച്ച വിളക്ക് തൂൺ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. കച്ചവടക്കാർ അവരുടെ സ്റ്റാളുകൾ സ്ഥാപിക്കുകയും വൈവിധ്യമാർന്ന സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നതിനാൽ വൈകുന്നേരങ്ങളിൽ അത് സജീവമാകുന്നു. കളിമൺ വിളക്കുകൾ, ലോഹ വിളക്കുകൾ, വർണ്ണാഭമായ വിളക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള പരമ്പരാഗത വിളക്കുകൾക്ക് ഈ വിപണി പ്രശസ്തമാണ്. മധുരയിലെ പരമ്പരാഗത വിഭവങ്ങൾ ഉൾപ്പെടെ വിവിധതരം സുഗന്ധവ്യഞ്ജനങ്ങൾ, ലഘുഭക്ഷണങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ വിപണിയിൽ ലഭ്യമാണ്. വിപണിയിൽ പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ എന്നിവയും കാണാം. ചിത്തിര ഉത്സവ സമയത്ത് വിളക്ക് തൂൺ ഒരു അവിഭാജ്യ ഘടകമാണ്.
അവിടെ പ്രദേശവാസികൾ ഒത്തുചേരുകയും സാമൂഹികവൽക്കരിക്കുകയും ഷോപ്പിംഗ് നടത്തുകയും ഊർജ്ജസ്വലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മാർക്കറ്റ് രാവിലെ മുതൽ വൈകുന്നേരം 10 മണി വരെ തുറന്നിരിക്കും. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരങ്ങളിലാണ്. ഊർജ്ജസ്വലമായ അന്തരീക്ഷവും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഉള്ള വിലക്കുത്തൂൺ പ്രത്യേകമായ ഷോപ്പിംഗ് അനുഭവം നൽകുന്നു. മഥുരയിലെ കാഴ്ചകൾ കണ്ടു ഞങ്ങൾ മടങ്ങുകയാണ്. നിങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നതിനെക്കുറിച്ചോ അപകടകരമായ ഭൂപ്രദേശത്തെക്കുറിച്ചോ തെറ്റായ ഭാഗത്ത് നിന്ന് നിങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന ചില അലോസരപ്പെടുത്തുന്ന ട്രക്കുകളെക്കുറിച്ചോ വിഷമിക്കേണ്ടതില്ല. നാഗർകോവിൽ മധുരൈ ദൂരം കാറിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സീറ്റുകളിൽ റിലാക്സ് ആയിട്ടിരിക്കുക. വിൻഡോയിലൂടെ മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ശുദ്ധവായു ശ്വസിക്കാനും സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രാദേശിക ഭക്ഷണം ആസ്വദിക്കാം. ഈ ആരോഗ്യകരമായ അനുഭവങ്ങൾ യാത്രയെ മികച്ചതാക്കുകയും നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. റോഡ് യാത്രകളിൽ ആശ്ചര്യങ്ങളായ പല കാര്യങ്ങളും നാം കണ്ടുമുട്ടുന്നു. യാത്ര ചെയ്യാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. എല്ലാ വാരാന്ത്യങ്ങളിലും നമ്മളുടെ ബാഗുകൾ പായ്ക്ക് ചെയ്യുക, നമ്മളുടെ ചുറ്റുമുള്ളതെല്ലാം പര്യവേക്ഷണം ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. പുതിയ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. എക്കാലയിൽ ട്രാവൽ വ്ളോഗിൻ്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്.